ഒരു ദിവസം എനിക്ക് കരുനാഗപ്പള്ളി വെച്ച് പരീക്ഷ ഉണ്ടായിരുന്നു കേട്ടോ. പരീക്ഷയ്ക്ക് മുന്നേ ഫുഡ് കഴിക്കാതെ കയറിയോണ്ട് എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ ഏട്ടൻ എന്നോട് പറഞ്ഞ് തൊട്ടടുത്ത അടിപൊളി ഒരു കടയുണ്ട്, നല്ല അടിപൊളി ബിരിയാണി വാങ്ങിത്തരാമെന്ന്. അങ്ങനെ 3:30 ആയ സമയത്ത് അവിടെ ബിരിയാണി കിട്ടുമോ എന്നുള്ള സംശയത്തിൽ ഞങ്ങൾ ഇതാണ്ട് അവിടെ ചെന്നിരിക്കുകയാണ്. ചെന്ന പാടെ നമ്മൾ ചോദിച്ചപ്പോൾ ചിക്കൻ ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞ് അതും ഏട്ടന് 2 പൊറോട്ടയും ചിക്കൻ റോസ്റ്റും ഓർഡർ ചെയ്തു. ഫസ്റ്റ് ലുക്കിൽ തന്നെ എനിക്ക് ബിരിയാണി പിടിച്ചു കേട്ടോ, കാരണം എനിക്ക് കൈമാ റൈസ് ഭയങ്കര ഇഷ്ടമാണ്. ചിക്കൻ റോസ്റ്റ് ആദ്യമേ ഞാനൊന്ന് കൈയിട്ടൊരു ടേസ്റ്റൊക്കെ നോക്കി, ഗ്രേവിയൊക്കെ സൂപ്പറാണ്. പക്ഷേ ബിരിയാണി അങ്ങോട്ട് തുറന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഈ ചിക്കൻ റോസ്റ്റ് തന്നെയല്ലേ ഈ ബിരിയാണിക്കകത്ത് അവർ വെച്ചിരിക്കുന്നത്. എനിക്കിതേ കണക്ക് വിഷമം വരുന്നൊരു സംഭവമില്ല കേട്ടോ. നമ്മൾ നല്ലൊരു കടയിൽ കയറി നല്ല അടിപൊളി ഒരു ബിരിയാണി പ്രതീക്ഷിക്കുമ്പോൾ ഈ നെയ്ച്ചോറിനകത്ത് ഈ ചിക്കൻ റോസ്റ്റും ചിക്കൻ കറിയൊക്കെ വെച്ച് തരുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടം വരും. എനിക്ക് ദേഷ്യമൊന്നല്ല തോന്നിയത്. ഓരോ കടയിലും ഓരോ രീതിയിലായിരിക്കും ബിരിയാണി ഉണ്ടാക്കുന്നത്. പക്ഷേ എനിക്കങ്ങ് വിഷമം വന്ന്, കാരണം എനിക്ക് അത്രയും ഹൈപ്പ് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു റെസ്റ്റോറൻറ്റിനെ പറ്റി. ഒരു എക്സാം വന്നിട്ട് നമ്മുടെ ജീവിതം തീരുമാനിക്കുന്നത്. ഫുഡ് കഴിക്കുന്നതിനിടയ്ക്ക് ഏട്ടൻ എക്സാമിനെ പറ്റി ഒന്ന് തിരക്കി. പക്ഷെ എൻ്റെ അഭിപ്രായം കോഫിയെ പറ്റിയാണ് കേട്ടോ. അടിപൊളി, സത്യം പറയാലോ, നല്ല അടിപൊളി കാപ്പിയായിരുന്നു കേട്ടോ. ആസ്വദിച്ച് അത് കുടിച്ച് ബിരിയാണി അങ്ങനെ സൈഡിലോട്ട് വെച്ച് ഞാൻ ഏട്ടൻ്റെ കയ്യിൽ നിന്ന് ഒരു പീസ് പൊറോട്ട വാങ്ങിയിട്ട് പറഞ്ഞത് ഇതാണ്, ബിരിയാണി പാഴ്സലാക്കാം. നല്ല വിശപ്പുണ്ടായിരുന്നു, പക്ഷെ എനിക്കത് മൊത്തം കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. ചിക്കൻ റോസ്റ്റും ബാക്കിയുണ്ടായിരുന്നു, അത്രയും ബിരിയാണിയും ബാക്കിയുണ്ടായിരുന്നു. പിന്നെ സന്തോഷത്തോടെ ഞാൻ എൻ്റെ കോഫിയും കുടിച്ചു, പിന്നെ ഏട്ടൻ്റെ കോഫിയും ഇസ്കി കേട്ടോ. പിന്നെ നമ്മൾ ബാക്കി ഫുഡ് പാഴ്സൽ വാങ്ങി. സത്യം പറഞ്ഞാൽ ഫുഡിന് ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ബിരിയാണിയാണോ അതൊരു നെയ്ച്ചോറും ചിക്കൻ റോസ്റ്റും അല്ലേ എന്നുള്ളൊരു ചിന്തയായിരുന്നു അപ്പോഴും എൻ്റെ മനസ്സിൽ കേട്ടോ. നിങ്ങൾ ഭാരത് കഫേയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടോ? നല്ല ടേസ്റ്റാണ്, ഇഷ്ടപ്പെട്ട് കാണും. പക്ഷെ അവിടുത്തെ ബിരിയാണി ഇനി എനിക്ക് അബദ്ധം പറ്റിയതാണോ? അങ്ങനെ ഞങ്ങൾ കൈയൊക്കെ കഴുകി ബില്ലൊക്കെ പേ ചെയ്തു കേട്ടോ. വിലവിവര പട്ടിക ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിക്കാം, ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് വേണ്ടവർക്ക് നോക്കാം കേട്ടോ. അവിടുന്ന് ഞങ്ങൾ നേരെ വീട്ടിലോട്ടല്ല പോയത്. പോകുന്ന വഴി കരിക്ക് ഷേക്കിൻ്റെ ഒരു സ്പെഷ്യൽ കട കണ്ടു. ഞാൻ ഇതിന് മുന്നേ ഈ റൂട്ടിൽ പോകുമ്പോൾ ഇത് കണ്ടിട്ടുണ്ട്. ഏട്ടൻ വേണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അന്നൊക്കെ എന്തോ ഫുഡ് കഴിച്ച് വയറ് നിറഞ്ഞത് കൊണ്ടായിരിക്കും വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇന്ന് എനിക്ക് സ്വമേധയാ ഞാൻ ഏട്ടനോട് പറഞ്ഞു, ഏട്ടാ നമുക്ക് അവിടെ കയറി കഴിക്കാമെന്നൊക്കെ. അങ്ങനെ ഞാൻ ആദ്യമായി എൻ്റെ കാൽപാദങ്ങൾ ആ കടയിലേക്ക് വെക്കുകയാണ്. അകത്തോട്ട് ചെന്നപ്പോൾ എൻ്റെ മനസ്സിലാകെ കരിക്ക് ഷേക്ക് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ ഒരു വെറൈറ്റി ഓഫ് സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് അവർ തന്നു കേട്ടോ. ഇപ്പൊ സത്യം പറഞ്ഞാൽ കൺഫ്യൂഷനായി. ഇതേതൊരു പുതിയ ബ്രാൻഡ്? ഇത് ഞാൻ കഴിച്ചിട്ടില്ല. ഏട്ടനൊരു നോർമൽ കരിക്ക് ഷേക്കും ഞാനൊരു ഡ്രൈ ഫ്രൂട്ട് കരിക്ക് ഷേക്കും ആണ് ഓർഡർ ചെയ്തത് കേട്ടോ. ഏട്ടൻ ഓർഡർ ചെയ്തായിരുന്നു ആദ്യം വന്നത്, എങ്കിലും ടേസ്റ്റ് ചെയ്ത് ഞാനായിരുന്നു കേട്ടോ. നല്ല അടിപൊളി തിക്കായിട്ടുള്ള നോർമൽ കരിക്ക് ഷേക്ക് എനിക്കങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. മനസ്സില്ലാ മനസ്സോടെ ഞാനത് ഏട്ടൻ്റെ കയ്യിലോട്ട് കൊടുത്തു കേട്ടോ. പിന്നെ പതുക്കെ ഞാൻ ഓർഡർ ചെയ്ത ഡ്രൈ ഫ്രൂട്ട് ഷേക്ക് വന്നു. കണ്ടപ്പോഴേ എനിക്ക് കിളിപ്പോയി. പച്ചയും മഞ്ഞയും ഓറഞ്ചും കളറുകളും, പിന്നെ പ്രത്യേകിച്ച് ഡ്രൈ ഫ്രൂട്ട് ഒന്നും കാണാനും ഇല്ല. കഴിച്ചപ്പം പിന്നെയും കിളി പോയി മക്കളെ. ഏട്ടൻ എന്തായാലും പാവമായോണ്ട് എന്നെ ഒന്നും പറഞ്ഞില്ല. ഞാൻ എൻ്റെ ഡ്രൈ ഫ്രൂട്ട് ഷേക്ക് അങ്ങ് ഏട്ടനെ ഏൽപ്പിച്ചിട്ട് ഏട്ടൻ ഓർഡർ ചെയ്ത സ്വാദിഷ്ടമായ നോർമൽ കരിക്ക് ഷേക്ക് ഞാൻ അകത്താക്കി കേട്ടോ. ഫുൾ അകത്താക്കി എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങൾ ഷെയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് കഴിച്ചതങ്ങ് തീർത്തു. നിങ്ങൾ ഈ കടയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഫേവറേറ്റ് ഐറ്റം അല്ലെങ്കിൽ ഏറ്റവും കിടു ഐറ്റം ഏതാണെന്ന് പറയണേ കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ മേടിച്ച് കുടിച്ച് അതൊക്കെ ഫിനിഷ് ചെയ്തിട്ടാണ് നമ്മൾ വീട്ടിലോട്ട് പോയത്.